ജനവാസ മേഖലയിൽ നിന്നും പ്ലാസ്റ്റിക് കമ്പനി മാറ്റിസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. ആവശ്യമുന്നയിച്ച് ജനകീയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടി കായംകുളം മുനിസിപ്പൽ കമ്മിറ്റിയാണ് നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. കായംകുളം നഗരസഭ 1-ാം വാർഡിൽ ജനവാസ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക് പൊടിക്കുന്ന കമ്പനി മാറ്റിസ്ഥാപിക്കണമെന്നാണ് ആവശ്യം ശക്തമാകുന്നത്. വെൽഫെയർ പാർട്ടി കായംകുളം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. GDM ഓഡിറ്റോറിയത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരസഭാ കവാടത്തിൽ വെൽഫെയർ പാർട്ടി ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് നാസർ ആറാട്ടുപുഴ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്കറിയാം, കുഞ്ഞുമോനെ നല്ലതുപോലെ വ്യക്തിപരമായി ഞങ്ങൾക്കെല്ലാം ഏറെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. പക്ഷെ അദ്ദേഹം കാണിക്കുന്ന നെറുകേടിനോട് വെൽഫെയർ പാർട്ടിക്ക് രാജിയാകാൻ കഴിയില്ല. അതല്ലെങ്കിൽ നിലവിലുള്ള പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് പോലെ പാവപ്പെട്ട കുഞ്ഞുമോന്റെ കയ്യിൽ കുറച്ച് ഫണ്ടുകൾ കൈപ്പറ്റിയിട്ട് നിശബ്ദരായിരിക്കുവാനും വെൽഫെയർ പാർട്ടിക്ക് കഴിയില്ല. കാരണം കേരളത്തിലെ ജനകീയ സമരങ്ങളിൽ വെൽഫെയർ പാർട്ടി വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയ ഒരു സംഘടനയാണ്. പഞ്ചായത്ത് ഭരിക്കാനും മുനിസിപ്പാലിറ്റി ഭരിക്കാനും നിയമസഭയിൽ കേരളം ഭരിക്കുവാനും ആ ഒരു ഉദ്ദേശത്തിൽ രൂപപ്പെടുത്തിയെടുത്ത പാർട്ടിയല്ല വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. കേരളത്തിലെമ്പാടുമുള്ള ഒട്ടനവധി ജനകീയ സമരങ്ങളിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ശബ്ദമില്ലാത്ത മനുഷ്യരുടെ നാവായി രൂപപ്പെട്ട പാർട്ടിയാണ്. ഈ പാർട്ടിക്ക് ഒരു നാടിനെ കാർന്നു തിന്നുന്ന ക്യാൻസറായ ഈ ഫാക്ടറി അവിടെ നിന്ന് മാറ്റപ്പെടുക തന്നെ ചെയ്യണം. കമ്പനിക്കെതിരെ പ്രദേശവാസികൾ നിരന്തര പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടും ജനങ്ങളുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങളെ അവഗണിക്കുന്ന ഇടത് ഭരണം നഗരവികസനം മാത്രമല്ല ജനങ്ങളുടെ ജീവിതം ദുരിതമാക്കുന്നെന്ന് അദ്ദേഹം പറഞ്ഞു. മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സക്കീർ ഹുസൈൻ പൊന്നാരത്ത് അധ്യക്ഷത വഹിച്ചു. ജനവാസ മേഖലയിലും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന 2 കോളനികൾ നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് യാതൊരു മാനദണ്ഡവുമില്ലാതെ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായിക്കൊണ്ട് ജനങ്ങള് മാരകമായ രോഗത്തിന് അടിമകളാകുന്ന തരത്തിൽ ഒരു പ്ലാസ്റ്റിക് കമ്പനി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രായമായ സ്ത്രീകളും കൊച്ചുകുട്ടികളും അതുപോലെ തന്നെ പ്രദേശത്ത് മജ്ലിസ് യതീംഖാന എന്ന് പറയുന്ന യതീംഖാനയിലെ വിദ്യാർത്ഥികളും മണ്ണടിക്കാവ് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തരും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ടൗൺ UPS എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ 500-ലധികം കുട്ടികളും ഇങ്ങനെ ജനനിബിഡമായിട്ടുള്ള ഹൈടെക് പോപ്പുലേറ്റഡ് ഏരിയയിൽ ഇത്രയും ഒരു പ്ലാസ്റ്റിക് കമ്പനി പ്രവർത്തിക്കുവാൻ വേണ്ടി നമ്മുടെ റോഡുമായി 10 മീറ്റർ പോലും അകലമില്ലാത്ത തരത്തിൽ ഒരു പ്ലാസ്റ്റിക് കമ്പനി പ്രവർത്തിക്കുവാൻ വേണ്ടി കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പിന്നിൽ കാണുന്ന ഈ കായംകുളം നഗരസഭ അനുമതി കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം അതിന്റെ കെടുതികളെ കുറിച്ച് അതിന്റെ പ്രയാസങ്ങളെ കുറിച്ച് ദീർഘവീക്ഷണമില്ലായിരുന്ന ഒരു പ്രദേശത്തെ ജനവിഭാഗങ്ങൾ അതിന്റെ കെടുതിക്ക് ഇരയാകുന്ന ഘട്ടത്തിൽ അവർ സമരവുമായി ജനകീയ സമരവുമായി നിരന്തര പ്രക്ഷോഭത്തിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി നിരന്തരമായ പ്രക്ഷോഭത്തിലായിരുന്നു എന്ന് പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും അറിയാം. വെൽഫെയർ പാർട്ടി 1-ാം വാർഡ് പ്രസിഡന്റ് റാഷിദ് സ്വാഗതം പറഞ്ഞു. കായംകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി നവാസ് സാലിയിൽ ആശംസകൾ അർപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് മുബീർ സോടനാട് മുഖ്യപ്രഭാഷണം നടത്തി. സിയാദ് കുഞ്ഞി ചേരാവള്ളി, ഹബീബ് റഹ്മാൻ, സിയാഉലഖ്, താജുദ്ദീൻ, അനസ് പുതുവന, നസീർ അഹമ്മദ്, സുധീർ ഖാൻ, റസീന, ഫസീല, നസീമ, നിസാർ, അജ്ന നവാസ്, ലീന, ഷീജ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.